ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആണല്ലോ. നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി, ഒരുപാട് കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിത് ആ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു തക്കാളി ആട്ടോ. നല്ല വലിപ്പമുള്ളൊരു തക്കാളി ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കുക. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ ഇതാ ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പുളി എടുക്കാം കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ കുറച്ച് അധികം സമയം കുതിർത്ത് വെക്കേണ്ടി വരും. ചൂടുവെള്ളമാകുമ്പോൾ പെട്ടെന്ന് അത് റെഡി ആയിട്ട് കിട്ടുമേ. അത് കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5-6 വെണ്ടയ്ക്ക കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് വെണ്ടയ്ക്കയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു 3-4 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടാവുമേ. അപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കുക. അതിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുന്നത് വരെ. ആ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴാണല്ലോ നമ്മൾ ഈ എണ്ണയിൽ നിന്ന് ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആ സൗണ്ട് ഒന്ന് മാറിക്കിട്ടും. ആ ഒരു സമയത്താണ് ഇത് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തിന് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 3-4 വറ്റൽമുളകും കൂട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക. ഇളക്കിയെടുക്കുമ്പം അതിൻ്റെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നിട്ട് ആ ഒരു പൊട്ടുന്ന ആ ഒരു രീതി അങ്ങ് മാറിക്കിട്ടും. നമ്മൾ വെള്ളം ഉള്ളപ്പോഴാണല്ലോ ഇതിൽ ഇങ്ങനെ എണ്ണയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി നിൽക്കാൻ. അപ്പം വെള്ളമൊക്കെ അങ്ങ് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വറ്റി കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പൊട്ടലൊക്കെ നിൽക്കും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടിട്ട് കടുക് ഒന്ന് ചൂടായി വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു നുള്ള് മതിയാവേ, ഒരുപാടൊന്നും ചേർക്കേണ്ടിയില്ല. ഒരു നുള്ള് ഉലുവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്ന് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 5-6 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അതിന് കൂടെ തന്നെ നമുക്കൊരു 10-15ഓളം നിങ്ങൾക്ക് എത്രയാണ് ഇഷ്ടം എന്നുള്ള രീതിക്ക് നമുക്കിതിലേക്ക് കുഞ്ഞുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 എന്തായാലും ചേർത്ത് കൊടുക്കുക. അതിന് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് തന്നെ ചേർത്തെടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു പൊടികളൊക്കെ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. വറുത്തെടുത്തിട്ട് അതിൻ്റെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ തക്കാളിയും പുളിവെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ പൊടികളൊക്കെ നന്നായിട്ട് വറന്ന് അതിൻ്റെ ആ ഒരു കളറും സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കേണ്ടതില്ല. പുളിൻ്റെ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഒരു 1/4 കപ്പ് വെള്ളം മാത്രം മതിയാവട്ടെ. നമ്മൾ ഈ ഒരു കറി ഒന്ന് കുറുകിയിട്ടാട്ടോ ഉണ്ടാകാൻ. നല്ല ലൂസായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കറിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഇനി ഒരു കറി ഒന്ന് ചൂടായിട്ട് ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്താട്ടോ നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മളെ വെണ്ടയ്ക്കയും ആ ഒരു മുളകൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് തിളപ്പിച്ചിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക കേട്ടോ. ഇപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരുപാട് അങ്ങ് വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അങ്ങ് ആയി കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഉള്ളത് ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ചാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് നമ്മൾ അത് അപ്പം തന്നെ എടുക്കാൻ പാടില്ല. ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിതിനെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല അടിപൊളി വെണ്ടക്ക വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഉറപ്പായാലും ഇഷ്ടപ്പെടും കേട്ടോ. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.